പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ എക്കാലവും സഞ്ചരിച്ചെത്തുന്ന ഭൂമികയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈ കേന്ദ്രത്തിന്റെ പ്രശസ്തിയും പരിപാലനവും കർമ്മമായി ഏറ്റെടുത്ത ചിലരെ കൂടി ഓർക്കാതെ തരമില്ല. ഇത്തരം ആളുകളുടെ നിരന്തര പരിശ്രമ ഫലമാണ് പക്ഷി സങ്കേതത്തിന്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള യാത്രയും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് വിരമിക്കലിനെ തുടർന്നുള്ള യാത്രയയപ്പും അനുമോദന സമ്മേളനവുമാണ് വേദി. വൈൽഡ് ലൈഫ് വാർഡൻ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്ന ജി ജയചന്ദ്രൻ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ 35 വർഷക്കാലം പ്രവർത്തിച്ച ഡോക്ടർ ആർ സുഗതൻ ഇരുവരെയും അനുമോദിക്കുകയായിരുന്നു കേന്ദ്രത്തിലെ മറ്റ് ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. ഡോക്ടർ സലീം അലിയുടെ പ്രിയ ശിഷ്യനായ ഡോക്ടർ ആർ സുഗതൻ രാജ്യത്തെ പക്ഷി നിരീക്ഷകരുടെ ഇടയിലെ ഗുരുസ്ഥാനീയനാണ്. പക്ഷി നിരീക്ഷണ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള സുഗതന് രാജ്യത്തിനകത്തും പുറത്തും ശിഷ്യരുണ്ട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സമഗ്രമായ പഠനവും നിരീക്ഷണവും ആവശ്യമുള്ളതിനാൽ അതിന് യോഗ്യരായവരെ നിയമിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ ആർ സുഗതൻ പറഞ്ഞു. തട്ടേക്കാടിനെ നല്ല നിലയിൽ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷി സങ്കേതമാണ്, വളരെ സെൻസിറ്റീവാണ്. ഇത് സമഗ്രമായ പഠനവും മോണിറ്ററിങ്ങും ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് പറ്റിയ ആൾക്കാരെ നിയോഗിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇതിലൊരുപാട് ദോഷങ്ങളുണ്ടാകും. അതിൻ്റെ ചില റിസൾട്ട്സ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വരാത്ത വിധത്തിൽ നോക്കി സംരക്ഷിച്ച് കൊണ്ടു നടക്കാനായിട്ടാണ് എന്നാലാകുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ ഞാൻ ചെയ്യാം. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മുഖ്യ അതിഥിയായി. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനു സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.